നമസ്കാരം, നന്ദകുമാറാണ്. പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പാട്ട് പാടിയിട്ട് വരാം. അതായത് കമോൺ റൈലി എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യാനായിട്ട് സാമ്പത്തിക പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ പാട്ടുകൾ പാടാം എന്നുള്ളത്. ആൾക്കാർ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നതാണല്ലോ പറയുന്നത്. പാട്ട് പാടുന്നത് ഒരു പണിയാണല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പാടാം. ശരിയാവാൻ ശരിയാവാതിരിക്കാം. ശരിയായാലും ശരിയായില്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യുക. ഗൂഗിൾ പേ നമ്പർ 9539679535. ഒന്നും കൂടി പറയാം, 9539679535. അപ്പോൾ ഈ വരുന്ന 21-ാം തീയതി എൻ്റെ ഒരു ചെറിയൊരു ടീസർ ഞാൻ പുറത്തേക്ക് വിടാനായിട്ടുള്ളൊരു പ്ലാനുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ മെയ് 10-ാം തീയതി തന്നെ റിലീസ് ചെയ്യാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒക്കെ തരണം ചെയ്യാതെ വേറെ നിർവാഹമൊന്നുമില്ലല്ലോ. മനുഷ്യന്മാരുണ്ടാക്കുന്ന ചതിയന്മാരായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ ഉള്ളത് സാമ്പത്തിക മാന്യതയാണ്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഡ്രഗ്സും മറ്റതും മറിച്ചതും മാങ്ങാത്തൂരും എല്ലാം കൊണ്ടിട്ട് സമൂഹത്തിലെ യുവതലമുറ ആകപ്പാടെ പ്രശ്നഭരിതമായിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഒരുപാട് വരികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കവിത. അപ്പോൾ ഞാൻ ഈ കമോൺ റൈലിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാമ്പത്തികം ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഈ പാട്ടുകൾ ഇങ്ങനെ പാടുന്നത്. അപ്പം ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവാതിരിക്കും. അപ്പോൾ കന്നഡ എന്ന് പറയുന്ന പാട്ടിൽ നിന്ന് തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കവിതയാണത്. കവിതയിലാണല്ലോ വരികൾ. പാട്ടുകൾക്ക് എപ്പോഴും അകക്കാമ്പ് കൊണ്ടുവരുന്നത് എപ്പോഴും അതിൻ്റെ കാവ്യഭംഗികളാണ്. കന്നഡയാണ്. അപ്പോൾ കന്നഡ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ കന്നഡ വയ്ക്കുകയാണ്. ഒരു മാസ് ലുക്കും കൂടെ കിട്ടിക്കോട്ടെ എന്ന് കരുതി. അയ്യോ, ഫോൺ കട്ടായിപ്പോയി. അത്ര നേരം ഓണായിട്ടിരുന്ന. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴുവത് കാണാം. ചെറുതായിട്ട് അവിടെ തെറ്റി. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ട മദ്യക്കുപ്പികൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ട മദ്യക്കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടി കേറുമ്പോൾ, പുറകില മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയൊരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഇനിയുള്ള വരി എന്ന് പറഞ്ഞാണല്ലോ ചങ്ക് പൊളിഞ്ഞു പോണ വരിയാണ് പുള്ളി എഴുതി വെച്ചേക്കണേ. ചങ്ക് പൊളിഞ്ഞു പോണ വരി.
പിഞ്ചുമടിക്കുത്തമ്പത് പേർ ചേർന്ന് 20 വെള്ളി കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. പിഞ്ചുമടിക്കുത്തമ്പത് പേർ ചേർന്ന് 20 വെള്ളി കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. എന്തൊരു വരികളല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അത് എഴുതുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ എന്തോരം വേദന ഉണ്ടായിട്ടുണ്ടാവും. ഒന്നും പറയാനില്ല. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം. ഇനി അടുത്ത വരി അതിലും ഭീകരമാണ്, അസഹനീയമായ വരിയാണ്. അരികിൽ ശീമക്കാറിനുള്ളിൽ സുഖശീതള മൃദു മാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽനുണവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എൻ്റെ അമ്മോ. അത് കഴിഞ്ഞ് പിന്നെ പെൻഷനെ കുറിച്ചും കിളിനാദത്തിനെ കുറിച്ചും അതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അയാൾ എഴുതി വെച്ചേക്കുന്ന കട്ടക്കട എഴുതി വെച്ചേക്കുന്ന വരിയാണ്. ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു മനുഷ്യനെ, അതായത് സമൂഹത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അറിവും ബോധ്യവും ഇല്ലാതെ അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം സമൂഹത്തിന് നന്മയും ഉപദേശവും നൽകി രക്ഷിക്കാൻ ശ്രമിച്ച ഒരാളെ അയാൾ കണ്ണട വെച്ചു എന്ന് പറയുന്നത്, കണ്ണട എന്ന് പറയുന്നത് ഒരു 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 കാഴ്ചയുടെ, അതായത് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ശക്തികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഒരു മറ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സംരക്ഷണം ആവശ്യമുണ്ടെന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കണ്ണട വെക്കുകയാണ് അല്ലേ. അതാണ് പുള്ളി കണ്ണട എന്ന് ഉദ്ദേശിച്ചത്. ഒന്ന് ആലോചിക്കുക, ഭയങ്കര ചിന്തയാണ് അവിടെ പുള്ളി എഴുതിയിരിക്കുന്നതാണ്. ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം. ആരാന്ന് ഞാൻ പറയണ്ടല്ലോ, പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ എഴുതി വെച്ചേക്കുന്നത്. ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം, വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട. കൊത്തിയുടയ്ക്കുക തിമിരക്കാഴ്ചകൾ സ്ഫടിക സരിതം പോലെ സുഹൃതം. കാടുകരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ കാണും വരെ നാം കൊത്തിയുടയ്ക്കുക കാഴ്ചകൾ. ഇടയൻ മുട്ടി വിളിക്കും കാലം കാക്കുക. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. അപ്പോൾ ഈ പാട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകുക. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സഹായം കിട്ടിയാൽ മാത്രമാണ് എനിക്ക് എൻ്റെ സിനിമ മെയ് 10 റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയാണെങ്കിലും കുഴപ്പമില്ല, എത്ര രൂപ തന്നാലും കടമായിട്ട് കൂട്ടിയാൽ മതി, തിരിച്ചു തരുന്നതായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ കമോൺ ട്രയൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ പറയാം. സമൂഹത്തിന് ഗുണമുള്ള, സമൂഹം ഇന്നേ വരെ ചിന്തിക്കാത്തതോ അല്ലെങ്കിൽ സമൂഹത്തിൽ പലരും ചിന്തിക്കാൻ മടിക്കുന്നതുമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പടം കാണാൻ വരണം, അത് അത്യാവശ്യമാണ്. ആ പടം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളിപ്പോൾ വാഴത്തോട്ടത്തിൽ തല്ലി കൊന്നിട്ടിട്ട് അതിൻ്റെ പുറകെ അന്വേഷിച്ച് നടക്കുന്ന പരിപാടിയല്ല. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പടമാണ്. അപ്പോൾ നിങ്ങൾ എന്താണേലും എന്നെ ഹെൽപ്പ് ചെയ്യുക. എന്നെ ഹെൽപ്പ് ചെയ്താൽ ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും സിനിമാ മോഹികളായിട്ട് സിനിമ ആഗ്രഹിച്ച് ഒരുപാട് ഓഡീഷനും അവിടെയൊക്കെ പോയിട്ട് കിട്ടാതെ വരികയും, അല്ലെങ്കിൽ 10-12 വയസ്സിൽ ആഗ്രഹിച്ചിട്ട് 10, 40, 50 വയസ്സായിട്ട് സാധിക്കാതെ വന്നിട്ടുള്ള ആൾക്കാരെ കൂട്ടിയിണക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഏതൊരു സിനിമയിൽ അഭിനയിച്ചാലും അഭിനയിക്കുന്ന ആൾക്കാരും ആ കഥയും വൃത്തിയായിട്ട് സംവിധായകൻ നല്ല രീതിയിലൊരു സിനിമാ രൂപത്തിലാക്കി ജനങ്ങളെ കാണിച്ച് ആ സിനിമ വിജയിക്കുമ്പോഴാണ് അവിടെ സ്റ്റാർഡം ഉണ്ടാകുന്നത്, സ്റ്റാറുകൾ ഉണ്ടാകുന്നത്. സ്റ്റാറുകളെ ഉണ്ടാക്കുന്നതും നല്ല സിനിമകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തുന്നതും എല്ലാ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതും എല്ലാം നടത്തുന്നതും സോഷ്യലി, അതായത് സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഒരേ സമയം ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ന് പറയുന്ന വലിയൊരു സമൂഹത്തിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏക പ്രൊഡക്റ്റ് സിനിമ എന്ന് പറയുന്ന മാധ്യമമാണ്. ആ മാധ്യമം വഴി നമുക്ക് നമ്മുടെ ആശയങ്ങൾ പറയാം, ജനങ്ങളുമായിട്ട് സംസാരിക്കാം എന്ന് പറയുന്നതാണ് ഞാൻ ഈ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് വരാനുള്ള പ്രധാന കാരണം. അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ള. കമോൺട്ര ഏലിയൻ വളരെ വലിയൊരു സംഭവമാണ്, എല്ലാവരും കാണണം, മിസ് ചെയ്യരുത്. വലിയൊരു ആശയം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സഹായം വളരെ അത്യാവശ്യമാണ്. എൻ്റെ ഒന്നുകൂടി ഞാൻ നമ്പർ പറയാം, 9539679535. താങ്ക് യു. അടുത്ത പാട്ടുമായിട്ട് ഉടനെ വരുന്നത്, അടുത്തത് കലാഭവൻ മണി ചേട്ടൻ്റെ പാട്ടായിരിക്കും ഞാൻ പാടാൻ പോകുന്നത്. കലാഭവൻ മണി ചേട്ടൻ.